കാറ്ററിംഗ് സർവീസ് മേഖലയിൽ 15 വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം. നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളുമുണ്ട് കൂടെ. വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു. വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം. വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി. ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. ഫോൺ 9496324011 9400143333. ഹാപ്പി മെനു ഫോർ ഹാപ്പി ഫാമിലി. കേരള NGO യൂണിയൻ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ ശക്തിപ്പെടുത്തുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, വർഗീയതയെ ചെറുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ കേരള ബാങ്കിന് സമീപത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ടി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഭരണഘടന നടപ്പാക്കുക എന്നുള്ളതാണ്, അല്ലേ? ആ ഭരണഘടന നടപ്പാക്കുന്ന കാര്യത്തിൽ എത്രമാത്രം വിജയിക്കുവാൻ കഴിഞ്ഞവരാണ് ആ ഭരണഘടനയെ ചുംബിച്ചത്? പ്രിയമുള്ളവരെ, ഭരണഘടനയുടെ അന്തസത്ത, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ നൂതനമായ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ എത്രമാത്രം നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പുത്തനാശയമാണല്ലോ ജനാധിപത്യം, അല്ലേ? മറ്റൊരാശയമാണല്ലോ മതേതരത്വം, മതനിരപേക്ഷത, ഫെഡറലിസം, അല്ലേ? ഇത്തരം പുത്തനാശയങ്ങളോട് നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്താ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്ന പാർലമെന്റ്, ആ പാർലമെന്റിൽ കഴിഞ്ഞ 10 വർഷക്കാലം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷമുള്ള കാലഘട്ടം നമുക്കൊന്ന് ഓർത്തെടുക്കണം. അപ്പോൾ മനസ്സിലാകും ആ പാർലമെന്റിൽ നിർമ്മിക്കപ്പെട്ടുള്ള നിയമങ്ങളൊന്നും, ഏതൊക്കെ നിയമങ്ങൾ എടുത്തു നോക്കിക്കോ, ആ നിയമങ്ങളൊന്നും ജനാധിപത്യ മര്യാദയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി തീരുമാനമെടുത്തിട്ടുള്ളതല്ല എന്ന് കാണാൻ കഴിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മനോജ് അധ്യക്ഷനായി. ഭാരവാഹികളായ M പ്രസാദ്, C ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു.